ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ശൈശവത്തെക്കുറിച്ച് പറഞ്ഞു, ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞു, കൗമാരപ്രായം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാലഘട്ടമാണ് കുട്ടികളെക്കുറിച്ച്. പക്ഷേ കൗമാരപ്രായം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. കാരണം ഈ അടുത്തിടെ ഒരു അമ്മ ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങളുടെ മകൻ 10ാം ക്ലാസ് വരെ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. +2 കൊണ്ട് അവനെ മിക്സഡ് സ്കൂളിൽ ചേർത്ത്. അവിടെ ചേർത്തതിൽ പിന്നെ അവന് പഠിക്കാനുള്ള താല്പര്യം കുറയോ കൂടുമോ? കുറഞ്ഞു. പക്ഷേ അതിനല്ല അമ്മ കൊണ്ടുവന്നത്. അവനിപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനിപ്പോൾ പെൺകുട്ടികളെ കണ്ടാൽ മുഖത്ത് നോക്കത്തില്ല, ബാക്കി എല്ലായിടത്തും നോക്കും. അതൊരു രോഗമാണോ അല്ലയോ എന്നറിയാനാണ് അമ്മ വന്നത്. 17 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടാൽ നോക്കുന്നത് രോഗമാണോ അല്ലയോ? അല്ല. നോക്കിയില്ലെങ്കിലോ അവനെന്തോ കുഴപ്പമുണ്ട് എന്ന് വെച്ച് തല്ലി നോക്കിക്കൊന്നും വേണ്ട. എന്നാലും ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും കൗമാരപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന പ്രധാന കഴിവാണ് ലൈംഗികത. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്, ചെറിയ ചോദ്യമൊക്കെ ചോദിച്ചാൽ ദേഷ്യം വരും. കട്ടിയുള്ളതൊക്കെ ചോദിക്കണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ തലച്ചോറാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും, നമ്മുടെ വളർച്ചയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ഇപ്പോൾ ഒരു 8-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തലച്ചോറ് പറയും, നീ ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല, നിന്നെക്കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലച്ചോറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഓരോ അവയവത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് കൗമാരപ്രായത്തിൻ്റെ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ ആൺകുട്ടികളോടായിട്ടൊരു ചോദ്യം ചോദിക്കാം. ആൺകുട്ടികളിൽ കൗമാരപ്രായത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമാക്കുന്ന അവയവം ഏതാണ്? ഇപ്പം എല്ലാവരും ഇപ്പം പറയാൻ പോകുന്നത് എനിക്കറിയാം, ചോയ്സ് വേണമെന്ന് പറയും. ABC എന്നാ ചോദിച്ചാലും ഇപ്പം അങ്ങനെയാണല്ലോ അല്ലേ? ഹൂ ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാലും ഓപ്ഷൻ. ഈയിടെ സംഭവിച്ചത്, LKG അഡ്മിഷൻ കൊച്ചിനെ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഇൻ്റർവ്യൂ. പ്രിൻസിപ്പൽ കൊച്ചിനോട് ഒറ്റ ചോദ്യം, ഹൂ ഈസ് യുവർ ഫാദർ എന്ന്. കൊച്ചിൻ്റെ കണ്ണുകളിൽ പോയി. കൊച്ചമ്മേനെ നോക്കി അറിയാവോന്ന് അറിയാനായിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ അവൻ പറയത്തില്ല, ഇവനെ ഞങ്ങൾ മെഡിസിൻ വിടാൻ വേണ്ടി വളർത്തിക്കൊണ്ട് വരുന്നതാണ്, അതുകൊണ്ട് അവന് ഓപ്ഷൻ കൊടുക്കണം. ഉടനെ പ്രിൻസിപ്പൽ അച്ഛന് ഓപ്ഷൻ കൊടുത്തു. A ജോസഫ്, B മാത്യു, C തോമസ്. അച്ഛനൊരു തമാശക്കാരനായിരുന്നുകൊണ്ട് അവസാനത്തെ D ഓൾ ഓഫ് ദി അബവ് എന്നിട്ട്. അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചിന് അമ്മ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഓൾ ഓഫ് ദി അബവ് ഉണ്ടെങ്കിൽ മിക്കവാറും അതായിരിക്കും ശരി ഉത്തരം. അപ്പോൾ അതുപോലെ ചോയ്സ് വേണമെങ്കിൽ ഞാൻ തരാം. വേണോ വേണ്ടയോ? പെട്ടെന്ന് പറയാം, ചോയ്സ് തരാം. A കിഡ്നി. ആണോ അല്ലയോ? അല്ല അല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. കിഡ്നി അല്ല. ഈയിടെ ഒരു അമ്മ കൊച്ചിനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞാൽ, ഡോക്ടറെ, കൊച്ചിൻ്റെ കിഡ്നിക്ക് ഒരു വീക്കം പോലെയെന്ന്. എൻ്റെ കണ്ണുകളിൽ പോയി. കാരണം എത്ര ടെസ്റ്റ് ചെയ്താലേ കിഡ്നിയുടെ വീക്കം കണ്ടുപിടിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, കിഡ്നിയാണോ? അല്ല. എന്നാൽ പിന്നെ ഏതാ രണ്ടാമത്തെ പറ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിണ്ടത്തില്ല. പറ. പെൺകുട്ടി ഒരു വാക്ക് പറ. B ഉണ്ടല്ലോ. പെൻസിലോ? പെൺകുട്ടി ഒരു വാക്ക് പറ. പെനീസ് അല്ലേ? മലയാളം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയരുത്, വൃത്തികേടാണ്, കംപ്ലീറ്റ് വൃത്തികേടാണ്. ആണോ? പെനീസിൻ്റെ മലയാളം ലാലാലി ലിംഗം അല്ലേ? വൃത്തികേടാണോ? ഇത് കേരളത്തിൽ മാത്രമേ ഈ വാക്ക് വൃത്തികേടുള്ളൂ. തമിഴ്നാട്ടിൽ പലരുടെയും പേരാ. അപ്പം അതുകൊണ്ട് പുരുഷലിംഗം അല്ലേ? അതാണോ കൗമാരപ്രായത്തിലെ മാറ്റങ്ങൾക്ക് കാരണമാക്കുന്ന അവയവം? അല്ല അല്ലേ? പുരുഷലിംഗം എത്ര എണ്ണം ഉണ്ട്? എല്ലാം പ്രശ്നങ്ങളാണല്ലേ. കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നിട്ടും പോട്ടെ. എന്നാൽ മൂന്നാമതൊരു അവയവം കൂടെ ആൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ ടെസ്റ്റിസ് എന്ന് പറയും, മലയാളം വൃഷണം കേട്ടോ. വൃഷണം. അത് എഴുതാൻ അറിയാമെങ്കിലേ എഴുതാവുള്ളൂ. ഭയങ്കര കട്ടിയുള്ളൊരു വാക്കാണ്. വൃഷണം കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അല്ലേ? പുരുഷലിംഗം എത്രയുണ്ട്? 1.
ചില അവയവങ്ങളൊക്കെ ഇരുണ്ടും ചിലതൊക്കെ ഓരോന്നും നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നിരിക്കുന്നത്. ഓരോന്നുള്ളതും കൂടെ ഇരുണ്ട് തരുമായിരുന്നെങ്കിൽ തകർത്ത് വാരി തന്നെ അല്ലേ. അപ്പം അതുകൊണ്ട് രണ്ട് അവയവങ്ങൾ തന്നിരിക്കുന്നതിനൊരു നമുക്കൊരു ഉദ്ദേശമുണ്ട്. കാരണം രണ്ട് അവയവങ്ങളുള്ളതിൽ ഒന്നിന് കേട് വന്നാലും നമുക്കൊന്നും സംഭവിക്കത്തില്ല, നോർമലായിരിക്കും കേട്ടോ. രണ്ട് ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണമുണ്ടെന്ന് പറഞ്ഞാലും ഒരു വൃഷണം മാത്രമേ ഉള്ളെങ്കിലും അയാൾ 100% ഒരു പുരുഷനായിരിക്കും. ഇതിൽ ഈ ഞാൻ പറഞ്ഞ 3 ചോയ്സിൽ ഏതാണ് ആൺകുട്ടികളിൽ കൗമാരപ്രായത്തിൻ്റെ മാറ്റങ്ങൾ കാരണമാക്കുന്നത്? മൂന്നാമത്താണ് കേട്ടോ, വൃഷണം. ഇത് 2 ജോലിയാണ് പ്രധാനമായിട്ടും ആൺകുട്ടികളിൽ ചെയ്യുന്നത്. ഒന്ന്, പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൺകുട്ടികളിലെ ഹോർമോണിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ആൺകുട്ടികളിലെ കൗമാരപ്രായത്തിലെ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആൺകുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും? കൗമാരപ്രായത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും? മീശ വരും, ആശ വരും, പിന്നെ എന്നാ വരും? ഒത്തിരി മാറ്റങ്ങളുണ്ടാകുന്നൊരു പ്രായമാണ് അല്ലേ. നമ്മൾ നോക്കിയറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അറിയാം, ഒരു 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ പെട്ടെന്നാണ് അവരിൽ മാറ്റങ്ങളുണ്ടാകുന്നത്. മാറ്റങ്ങളെക്കുറിച്ചൊരു സീക്വൻസായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. ലൈംഗിക അവയവങ്ങളൊക്കെ വളരാൻ തുടങ്ങും. ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നും. പിന്നെ മീശ വരും, ശരീരത്തിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ രോമങ്ങൾ വളരാൻ തുടങ്ങും. ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ ആൺകുട്ടികൾ ഒരു പ്രത്യേകത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടികൾ പ്രായപൂർത്തിയായി എന്ന് പറയാറുണ്ടോ? എവിടെയെങ്കിലും പറയുന്നത് കേട്ടുണ്ടോ? ഇതേ നമ്മുടെ ചെറുക്കൻ പ്രായപൂർത്തിയായി, അതുകൊണ്ട് അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം, ആരും പറഞ്ഞു കേട്ടിട്ടില്ല അല്ലേ. കാരണം ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് ഒരു ഗ്രാജ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഒരാൺകുട്ടി പ്രായപൂർത്തിയായി എന്ന് പറയണമെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. എന്താണെന്നറിയാമോ? പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങണം. എപ്പോഴാണ് നമ്മളൊരു ഫാക്ടറി എന്ന് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ അല്ലേ. ഒരു ആൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവൻ്റെ വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് അവന് ശാരീരികമായ കുറേ മാറ്റങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും പുരുഷ ബീജങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആൺകുട്ടികളിൽ പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കും. പെൺകുട്ടികൾ പ്രായപൂർത്തിയായി എന്ന് പറയാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്താണ് അതിൻ്റെ അടയാളം? അതിനൊരു അടയാളം അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളെ വളർത്തുന്ന ഉപകരണങ്ങളൊക്കെ ആരുടെ കയ്യില? സ്ത്രീയുടെ കയ്യിലാണ്. മനഃപൂർവ്വം അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന കേട്ടോ. കാരണം ഈ ജോലി പുരുഷന്മാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ പകുതി വഴിക്കിട്ടേച്ച് സ്ഥലം വിട്ടേനെ. ഒന്ന് ഓർത്ത് നോക്കി, ഒരു കെട്ട് കൊടുത്തിട്ട് അല്ലേ 10 മാസം കൊണ്ടു നടക്കാൻ പറഞ്ഞാൽ പുരുഷനാണെങ്കിൽ ഉറപ്പാണത് എവിടെയെങ്കിലും വെച്ചേച്ച് സ്ഥലം വിടും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ ഈ ഒരു വിഷമം പിടിച്ച ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം കുട്ടികളെ വളർത്തുന്ന ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പെൺകുട്ടികളിൽ പ്രായപൂർത്തിയായി എന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ പറയുന്ന, ഇംഗ്ലീഷിൽ അതിന് മെൻസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. മെൻസ്ട്രേഷൻ മലയാളം പഠിക്കണം കേട്ടോ. കാരണം ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പലരും സംശയം ചോദിക്കുന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്നാളൊരാൾ സംശയം എഴുതി ചോദിച്ചാണ്, ഡോക്ടറെ പെൺകുട്ടികളിൽ എങ്ങനെയാണ് ആർത്തനാദം ഉണ്ടാകുന്നതെന്ന്. ആർത്തനാദം ഉണ്ടാകുന്നത് ഇപ്പോഴല്ല, കല്യാണമെല്ലാം കഴിഞ്ഞ് 5-8 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഭർത്താവ് 2 അടിച്ചേച്ച് വന്ന് കുനിച്ച് നിർത്തി ഇടിക്കുമ്പോഴാണ് ആർത്തനാദം ഉണ്ടാകുന്നത്. വേറൊരുത്തൻ ചോദിച്ചത് ആവർത്തനം. പുള്ളിയോട് ആരാണ്ട് പറഞ്ഞു ഇത് പതിവായിട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് കേട്ടോ. അതുകൊണ്ട് ആർത്തനാദവും ആവർത്തനവും ഒന്നുമല്ല, ആർത്തവം കേട്ടോ, വൃത്തികെട്ട വാക്കൊന്നുമല്ല, ആർത്തവം, മെൻസ്ട്രേഷൻ. എല്ലാ അമ്മമാരും പെൺകുട്ടികൾ പ്രായപൂർത്തിയായി എന്നതിൻ്റെ അടയാളമായിട്ട് മെൻസ്ട്രേഷനെയാണ് വെച്ചിരിക്കുന്നത്. ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അമ്മമാരുടെ കുറേ ഉപദേശങ്ങളുണ്ട്. എന്നാക്കിയാ? ഇനി മുതൽ ആൺകുട്ടികളുമായി വലിയ കൂട്ടൊന്നും വേണ്ട. അമ്മയുടെ ഒരു പഴയ പഴഞ്ചൊല്ലും കയ്യിലിരിപ്പുണ്ട്. ഏതാ? ഇല ചെന്ന് മുള്ളേ വീണാലും മുള്ള് ചെന്ന് ഇല വീണാലും ഇലയ്ക്കാ കേടെന്നുള്ളത് പണ്ടായിരുന്നു. അത് മാറ്റി കേട്ടോ, ഈയിടെ അത് മാറ്റി. ഇല ചെന്ന് മുള്ളേ വീണാലും മുള്ള് ചെന്ന് ഇല വീണാലും മുള്ളിനാ കേടെന്നാണ്. എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ അത്തരം ഇലയാണ് ഇപ്പോൾ വന്ന് വീഴുന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് പഴഞ്ചൊല്ലുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മെൻസ്ട്രേഷൻ. അപ്പോൾ പെൺകുട്ടികളോട് ഞാനൊരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. പെൺകുട്ടികളിൽ കൗമാരപ്രായത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമാക്കുന്ന അവയവം ഏതാണ്?
പുരുഷനിൽ നമ്മൾ പറഞ്ഞു ടെസ്റ്റിസ് അഥവാ വൃഷണമാണെന്ന് പറഞ്ഞു. അതിന് സമാനമായി പെൺകുട്ടികളിലുള്ള അവയവം അണ്ഡാശയം കേട്ടോ. 2 അണ്ഡാശയങ്ങൾ പെൺകുട്ടികൾക്കുണ്ട്. ഈ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് പെൺകുട്ടികളിൽ കൗമാരപ്രായത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അണ്ഡാശയത്തിന് 2 ജോലിയാണ്. ഒന്ന്, സ്ത്രീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. സ്ത്രീകളിൽ 2 ഹോർമോണാണ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ബാഹ്യമായ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അണ്ഡോൽപാദനവും സംഭവിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു പെൺകുട്ടിക്ക് ആർത്തവം ഉണ്ടാകുന്നതിന് മുമ്പ് ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ? അതാണ് ചോദ്യം. ഒരു 90% അമ്മമാരും പറയാൻ പോകുന്ന ഉത്തരം ഇല്ല എന്നാണ്. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ഉത്തരം 100% തെറ്റാണ് കേട്ടോ. കാരണം പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്, ആർത്തവം ഉണ്ടാകുന്നത് എപ്പോഴും അണ്ഡോൽപാദനത്തിന് ശേഷമായിരിക്കും കേട്ടോ. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തിനാണ് ഒരു അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നത്? വെറുതെ തമാശയ്ക്കാണോ? വാട്ട് ഈസ് യുവർ ഹോബി അല്ലേ? ഓവുലേഷൻ ആണോ? അല്ല. ഒരണ്ട ഉൽപ്പാദിപ്പിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ? പോട്ടെ, ഒരു കോഴി മുട്ടയിടുന്നത് എന്തിനാ? ഉടനെ ഒരാൾ പറയും ഓംലെറ്റ് ഉണ്ടാക്കാനാണ്. കോഴി മുട്ടയിടുന്നത് ആ മുട്ട വിരിഞ്ഞൊരു കുഞ്ഞുണ്ടാവണം. അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ആ അണ്ടം ഒരു കുഞ്ഞാവണം. കുഞ്ഞാവണമെങ്കിൽ എന്തുമായിട്ട് ചേരണം? പുരുഷ ബീജവുമായിട്ട് ചേരണം. പുരുഷ ബീജവുമായിട്ട് ചേരാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ശരീരത്തിൽ ആർത്തവം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം സംഭവിച്ചിരിക്കും. എന്താണത്? അണ്ഡോൽപാദനം സംഭവിച്ചിരിക്കും കേട്ടോ. വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളും അവരുടെ ആർത്തവ ചക്രത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. വളരെ ചുരുക്കി ഞാനത് പറഞ്ഞുതരാം. പറയുന്നത്, പുരുഷൻ്റെ ലൈംഗിക അവയവങ്ങളെല്ലാം ശരീരത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല ചിലർക്ക് അയ്യോ കല്യാണമൊക്കെ എടുത്തില്ലേ, ഇങ്ങനെ ഇരുന്നാൽ വൃത്തികേടാണല്ലോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതവിടെ ഇരുന്നോട്ടെ. സ്ത്രീയുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട അവയവങ്ങളെല്ലാം ശരീരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളുണ്ടാകാൻ സ്ത്രീകളെ സഹായിക്കുന്നത് 3 അവയവങ്ങളാണ്. ഒന്ന്, ഗർഭപാത്രം. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം കേട്ടോ. അടിവയറിൻ്റെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗർഭപാത്രം. സാധാരണ പറയുന്നത് അതിനൊരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയുമേ വലിപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ. ഗർഭിണിയായി കഴിയുമ്പോൾ അത് ഒത്തിരി ഇരട്ടി അത് വലുതാവും. ഗർഭപാത്രം, അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഓരോ അണ്ഡാശയങ്ങൾ, 2 സൈഡിലും. ഒരണ്ടാശയം ഉള്ളെങ്കിൽ കുഴപ്പമുണ്ടോ? ഒരണ്ടാശയം ഉള്ളെങ്കിലും പെൺകുട്ടി 100% നോർമലായിരിക്കും. പ്രത്യുൽപാദന ശേഷിക്കും ഒരു കുഴപ്പമുണ്ടാകില്ല, ലൈംഗിക ശേഷിക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. 2 സൈഡിലും ഓരോ അണ്ടാശയങ്ങൾ. അതിൻ്റെ മുകളിലായിട്ട് ഓരോ വശത്തും ഓരോ ട്യൂബുണ്ട്. അതിൻ്റെ പേരാണ് ഫലോപ്യൻ ട്യൂബ് എന്ന് പറയും. ഈ 3 അവയവങ്ങളാണ് സ്ത്രീകളെ കുട്ടികളുണ്ടാകാൻ സഹായിക്കുന്നത്. ഗർഭപാത്രം, 2 അണ്ടാശയങ്ങൾ, 2 ഫലോപ്യൻ ട്യൂബ്. അപ്പോൾ ആർത്തവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, തലച്ചോറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു 10, 12, 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തലച്ചോറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ ഒരു അണ്ടം പക്വമാകും. പക്വമാകുന്ന അണ്ടം, അണ്ടാശയം പൊട്ടി അത് പുറത്തേക്ക് വരുന്നു. എന്തിനാ പുറത്തോട്ട് വന്നേ? ബീജവുമായിട്ട് ചേരണം. പുറത്തേക്ക് വരുന്ന അണ്ടാശയം പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അണ്ടാശയത്തിൽ നിന്നും ഒരു സന്ദേശം ഗർഭാശയത്തിലേക്ക് അയക്കും. എന്തുമായിരിക്കും മെസ്സേജ്? ഞാനിതാ പുറപ്പെടാൻ പോവുകയാണ്. അതാണ് മെസ്സേജ് കേട്ടോ. ഈ മെസ്സേജ് അയക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഇത് ഓർത്തുകൊണ്ടിരിക്കും, ഈ മാസത്തെ മെസ്സേജ് വന്നില്ലല്ലോ, ഡോക്ടർ പറഞ്ഞായിരുന്നു മെസ്സേജ് വരുമെന്ന്. അങ്ങനെ അപ്പം ഞാനിതാ പുറപ്പെടാൻ പോവുകയാണ്. ഈ അണ്ടം അണ്ടാശയത്തിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വശത്തെ ട്യൂബ് അതിനകത്തേക്ക് വലിച്ചെടുക്കും. അതോടൊപ്പം തന്നെ ഗർഭാശയത്തിൽ വരാൻ പോകുന്ന അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കും. ഗർഭാശയ ഭിത്തിക്ക് കനം കൂടും, കോശങ്ങൾ കൂടും, രക്തോട്ടം കൂടും, ഇതെല്ലാം അവിടെ നടക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അണ്ടം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ട്യൂബിനകത്തൂടെ ഇങ്ങനെ നീങ്ങി വരും. നീങ്ങി വന്ന് അതൊരിക്കലും ഒറ്റയ്ക്ക് ഗർഭപാത്രത്തിൽ പ്രവേശിക്കത്തില്ല. ആ ട്യൂബ് അവസാനിക്കുന്ന ഭാഗത്ത് വന്നിത് അവിടെ ഇരിക്കും. അതെന്തിനാ? അണ്ടം ട്യൂബിൽ കൂടെ സഞ്ചരിച്ച് ട്യൂബും ഗർഭപാത്രവും കൂടെ ചേരുന്ന ഭാഗത്ത് വന്ന് അണ്ടം ഇരിക്കും. എന്തിനാ? ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരു നല്ല ഉത്തരം പറഞ്ഞു. അവർ പറഞ്ഞ ഉത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ നോക്കിയിരിക്കുകയെന്ന്. ചേച്ചി ഇതിലേ വരും, ചേട്ടൻ അതിലേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് നമുക്ക് 2 പേർ കൂടെ തറവാട്ടിലോട്ട്
പോകാം. അതാണ് എഗ്രിമെൻറ്റ് കേട്ടോ. ശരിക്കുള്ള എഗ്രിമെൻ്റ് അതാണ് കേട്ടോ. പക്ഷേ ഈ അണ്ടത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടാശയത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് 2-3 ദിവസമേ ജീവൻ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കൗമാരപ്രായത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പുരുഷ ബീജവുമായിട്ട് ചേരാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അണ്ടം അവിടെ ഇരുന്ന് സ്വയം നശിച്ചു പോകും. നശിച്ചു പോകുമ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ ഗർഭാശയത്തിലേക്ക് ഒരു സന്ദേശം അയക്കും. എന്തുമായിരിക്കും? ഞാൻ ഇത്തവണ വരുന്നില്ല. അതാണ് മെസ്സേജ് കേട്ടോ. ഞാൻ ഇത്തവണ വരുന്നില്ല. ഈ സന്ദേശം കിട്ടി കുറേ കഴിയുമ്പോഴത്തേക്കും ഗർഭാശയം ഒരുക്കി വെച്ച കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഗർഭാശയം ഒരുക്കി വെച്ച കോശങ്ങളും രക്തവും രക്തക്കുഴലും ഒക്കെ കൂടെ പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം. വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളും ആർത്തവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. കാരണം അത് കുട്ടികൾ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതുമായിട്ട് അതിന് വളരെയധികം ബന്ധമുണ്ട്. ആർത്തവ ചക്രം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൂടുമ്പോഴാണ്? എല്ലാവരും പഠിച്ചു വയ്ക്കും 28 ദിവസമെന്ന് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഫെബ്രുവരിക്ക് 28 ദിവസം വെച്ചിരിക്കുന്നത്. അല്ലെ ആ മാസത്തെ കാര്യം കുഴഞ്ഞു പോയനെ. ഇങ്ങനെ പഠിച്ചു വയ്ക്കും കേട്ടോ. 10 പേരോട് ചോദിച്ചാൽ എത്ര ഉത്തരം കിട്ടും? 10 പെൺകുട്ടികളോട് അവരുടെ ആർത്തവ ചക്രത്തെക്കുറിച്ച് ചോദിച്ചാൽ എത്ര ഉത്തരം കിട്ടും? 10 ഉത്തരം കിട്ടും. അതിൻ്റെ അർത്ഥം എന്നാ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് മാറിയിരിക്കും കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയെന്ന് വെച്ച് യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. സാധാരണ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർത്തവ ചക്രമാണ് ഈ 28 ഡേയ്സ് എന്ന് പറയുന്നത്. പഠിപ്പിക്കാൻ വേണ്ടി വെറുതെ. ശരിക്കും 28 ദിവസമുള്ള ഒരാർത്തവ ചക്രത്തിലെ 1-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരാർത്തവം തുടങ്ങുന്ന ദിവസമാണ്. അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് അടുത്ത മെൻസ്ട്രേഷന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഒരു ആർത്തവ ചക്രം. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ, വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിനൊരു ഗുണമുണ്ട്. കാരണം അണ്ടോത്പാദനം നടക്കുന്ന സമയം ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോഴൊക്കെ പഠിപ്പിക്കുന്നത് 28 ദിവസമുള്ള ആർത്തവ ചക്രത്തിൽ അണ്ടോത്പാദനം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം 14-ാമത്തെ ദിവസമാണെന്ന് പഠിപ്പിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്ന വേറൊരു തരത്തിലായിരിക്കും. 40 ദിവസം ഇടവിട്ടുള്ളതിൽ എപ്പോഴായിരിക്കും? 28 ദിവസം ഇടവിട്ടുള്ള ആർത്തവ ചക്രത്തിൽ 14-ാമത്തെ ദിവസമാണ് അണ്ടോത്പാദനം നടക്കുന്നതെന്ന് പറഞ്ഞാൽ 40 ദിവസം ഇടവിട്ടുള്ളതിൽ എപ്പോഴായിരിക്കും? 20 പഠിച്ചു വയ്ക്കും. അത് തെറ്റാണ് കേട്ടോ. അത് തെറ്റാണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തു വന്നു കഴിഞ്ഞാൽ പുരുഷ ബീജവുമായിട്ട് ചേരുന്നില്ലെങ്കിൽ ഏകദേശം 14 ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത മെൻസ്ട്രേഷൻ ഉണ്ടാവും. അതാണ് വളരെ ഒരു ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അത് കണ്ടുപിടിക്കാനൊരു മാർഗമുണ്ട്. അടുത്ത ആർത്തവം എന്നാണോ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും 14 ദിവസം പുറകോട്ട് നോക്കുക. പറഞ്ഞ് മനസ്സിലായോ? അടുത്ത മെൻസ്ട്രേഷൻ ഉദാഹരണത്തിന് ഇപ്പം ഓഗസ്റ്റ് 30-ാം തീയതിയാണ് അടുത്ത ആർത്തവം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അണ്ടോത്പാദനം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം 14 ദിവസം പുറകോട്ട് നോക്കിയാൽ ഓഗസ്റ്റ് 16-ാം തീയതിയോടടുത്തായിരിക്കാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കുറച്ച് മാറാം. പക്ഷേ വലിയ വേരിയേഷനൊന്നും വരാറില്ല. ഇതറിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ 2-3 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഒന്ന്, അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് എത്ര ദിവസം ആയുസ്സുണ്ട്? 2-3 ദിവസം. 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ മാത്രമേ ജീവനുള്ളൂ. ആ സമയത്ത് പുരുഷബീജമായിട്ട് ചേർന്നാലേ കുട്ടികൾ ഉണ്ടാകത്തുള്ളൂ. അതുതന്നെ പറയുന്നത് ഒരണ്ടം അണ്ടാശയത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറാണ് ബീജവുമായിട്ട് ചേരാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ഇതറിയണം, കുട്ടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിലും ഇതറിയണം. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളും അവരുടെ ആർത്തവ ചക്രത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പുരുഷന്മാർ ഇതിനെക്കുറിച്ച് അറിയണോ? വേണോ വേണ്ടയോ? തീർച്ചയായിട്ടും വേണം കേട്ടോ. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ചും നമ്മുടെ കത്തോലിക്ക സഭ നമ്മൾ കുടുംബാസൂത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പറയും സ്വാഭാവിക കുടുംബാസൂത്രണ മാർഗ്ഗങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെല്ലാം ആർത്തവ ചക്രവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കുട്ടികൾ ഉണ്ടാകണമെങ്കിലും ഇതറിയണം, കുട്ടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. 2-3 കാര്യങ്ങളും കൂടെ പ്രധാനമായിട്ടും പറയാനുള്ളത്, പെൺകുട്ടികളിൽ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെ ആർത്തവവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ചെറിയ അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ റെഗുലർ അല്ലായിരിക്കാം, കുറച്ച് വ്യത്യാസമൊക്കെ വരാം. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു
90% അസ്വസ്ഥതകളും കുറേ കഴിയുമ്പോഴത്തേക്കും തനിയെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരിക്കലും ആർത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കാൻ ഒരിക്കലും പോകരുത്. കാരണം പലപ്പോഴും ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും ഹോർമോൺ അടങ്ങിയ ഗുളികകൾ കൊണ്ടുള്ള ചികിത്സകളാണ് ഒരു നല്ല ശതമാനവും. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള ഹോർമോണിൻ്റെ ബാലൻസ് അത് തെറ്റിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരിക്കലും ഹോർമോൺ ഉപയോഗിച്ചുള്ള ചികിത്സകൾ നമ്മൾ ഒഴിവാക്കുക. മറ്റൊരു പ്രവണത കാണുന്നത് ആർത്തവം മാറ്റിവെക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഗുളിക കഴിക്കുന്ന കാണാം. അതും കഴിക്കുന്ന ഗുളികകൾ ഹോർമോൺ അടങ്ങിയ ഗുളികകളാണ്. ആവശ്യമില്ലാതെ ഒരിക്കലും മെൻസ്ട്രേഷൻ മാറ്റിവെക്കാനായിട്ട് അനാവശ്യമായിട്ട് ഒരിക്കലും ഗുളികകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പം പുരുഷന്മാരുടെ ലൈംഗികത എന്ന് കൗമാരപ്രായത്തിലെ മാറ്റങ്ങളും സ്ത്രീകളുടെ കൗമാരപ്രായത്തിലെ മാറ്റങ്ങളും ഒത്തിരി മാറ്റങ്ങളുണ്ടാകുന്ന പ്രായമാണ്. പിന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രായത്തിൽ കൗമാരപ്രായത്തെക്കുറിച്ച് പറയുന്നത് പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രായം. ശരിയാണോ തെറ്റാണോ? പരീക്ഷണങ്ങൾ നടത്തുമോ ഇല്ലയോ? കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രധാന ഡിമാൻഡ് എന്നായിരിക്കും എന്നറിയാമോ? എനിക്ക് സ്വന്തമായിട്ടൊരു വേണം? മുറി വേണം. എന്തിനാ? ലാബ് സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു മുറി വേണം. മുറിക്കകത്തേക്ക് പ്രവേശിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? കഥ കടയ്ക്കും അല്ലേ? പിന്നെ പ്രവർത്തനം തുടങ്ങുക അല്ലേ? ഏജ് ഓഫ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രായം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു പ്രായമാണ് കേട്ടോ. ഏത് പരീക്ഷണം നടത്തിയാലും എന്ത് കിട്ടും? ഏജ് ഓഫ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറഞ്ഞത്. ഏത് പരീക്ഷണം നടത്തിയാലും ഒരു അനുഭവം കിട്ടും. അതിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്പീരിയൻസ്, അനുഭവം അല്ലേ? അനുഭവങ്ങൾ കൂടിയാണ് നമ്മളെല്ലാവരും വളരുന്നത്. മോശം പരീക്ഷണം നടത്തിയാൽ മോശം അനുഭവം കിട്ടും, നല്ല പരീക്ഷണം നടത്തിയാൽ നല്ല അനുഭവം കിട്ടും. നല്ല അനുഭവങ്ങൾ കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് വളരും. മോശം അനുഭവങ്ങൾ കിട്ടിയാൽ നമ്മൾ. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ കൗമാരപ്രായത്തിൽ നമ്മൾ ഈ കാണുന്ന ഒത്തിരി വിക്രിയകൾ അല്ലേ? എന്നാൽ ഒരാൾ പറയായിരുന്നു, 10ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടുമോ ഇല്ലയോ? ബസ്സിൽ കയറുന്ന സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീറ്റ് ഏതാ? ശ്രദ്ധിച്ചിട്ടില്ലേ? പെട്ടിപ്പുറം. എന്താ അവിടെ വെച്ചിരിക്കുന്നത്? ഞാനൊരു കൊച്ചിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, അടി ബാറ്ററി ഉണ്ടെന്ന്. എന്താ ചാർജ് ചെയ്യാൻ പോവാണോ? പെട്ടിപ്പുറത്തിരുന്നാൽ 2 ഗുണങ്ങളുണ്ട്. എന്നാക്കിയാ? ഒന്ന്, ഫ്രീ ആയിട്ട് ഡ്രൈവിങ് പഠിക്കാം. രണ്ടാമത്, പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത ഡ്രൈവർ ചേട്ടനെ കണ്ടുകൊണ്ടിരിക്കാം അല്ലേ? കൊച്ചു നോക്കുമ്പോഴത്തേക്കും അയ്യോ, ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തെങ്ങുമില്ല. കാരണം ഇത്രയുള്ള ഒരു വളയത്തേലാണ് 19 പേരെയും കൊണ്ട് പുള്ളി പോകുന്നത് അല്ലേ? പോകും, 2 വർഷം കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. അപ്പം കയ്യിലൊരു കൊച്ചു ഡ്രൈവറും കാണും. അപ്പോൾ ഈ പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ നല്ല പരീക്ഷണങ്ങളെ നടത്താവൂ. അല്ലെങ്കിൽ പലതും നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ ഈ ഒരു ഇഷ്യൂവിൽ എപ്പോഴും നമ്മൾ പറയുന്നത് പ്രീ മാരിറ്റൽ സെക്സ് അല്ലേ? കൂടുന്നോ കുറയുന്നോ? വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക പരീക്ഷണങ്ങൾ കൂടുന്നോ കുറയുന്നോ? കൂടുന്നു അല്ലേ? നമ്മൾ പറയും, വിദേശീയരെയൊക്കെ അനുകരിച്ച് നമ്മൾ പറയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന പലർക്കും പിന്നീട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത ലൈംഗിക പരീക്ഷണം, കാരണം കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാനൊരു സമയമുണ്ട്. അതിനിടയ്ക്ക് അധികം പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം കൗമാരപ്രായം ഒരു പാലമാണെന്നാണ് പറയുന്നത്. കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ കുട്ടിയല്ല, പ്രായമായ ആളാണോ എന്ന് ചോദിച്ചാൽ പ്രായമായ ആളുമല്ല. നമുക്കറിയാമല്ലോ, ഒരു 10-15 വയസ്സൊക്കെയുള്ള ഒരു കുട്ടി പ്രായമായൊരു സംസാരിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ വീട്ടുകാരനെ പറയും, നീ പോയി വേറെ കാര്യം നോക്കല്ലേ. പ്രായമായൊരു സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. എന്നാൽ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാമെന്ന് വെച്ചാൽ അവിടെയും പ്രശ്നങ്ങൾ. അതുകൊണ്ട് കൗമാരപ്രായം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. ശരിക്കും ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രായമാണ്. അത് നന്നായിട്ട് ആ കാലഘട്ടത്തിൽ, ഇപ്പം നിങ്ങൾ പറയും ഞങ്ങളെല്ലാം കഴിഞ്ഞു പോയി എന്ന് പറയും, പക്ഷേ ആ ഒരു കാലഘട്ടം നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വിവാഹ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾക്കത് പ്രയോജനപ്പെടും. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ, ജനനം മുതൽ കൗമാരപ്രായം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പ്രായം, നമുക്കറിയാം കേരളത്തിലെ വിവാഹപ്രായം ആവറേജ് ഇപ്പോൾ എത്രയാണ്? പെൺകുട്ടികൾക്ക് ആവറേജ് 20-25 വയസ്സിനോടടുത്താണ്.
പുരുഷന്മാർക്ക് ഏകദേശം 25 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കാണ്. കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൗമാരപ്രായം നേരത്തെ ആവുന്നു, വിവാഹപ്രായം താമസിച്ചു പോകുന്നു അല്ലേ. അതിനിടയ്ക്കൊരു വലിയ ഇടവേളയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സമയം ലൈംഗികമായ കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങളുടെ ആ കാലം കഴിഞ്ഞു പോയെങ്കിലും പുതിയ തലമുറയോട് നമുക്കത് പറയാനുള്ളത് കൗമാരപ്രായം നന്നായിട്ട് ഉപയോഗിക്കുക. വളർച്ചയുടെ ഒരു കാലഘട്ടമാണ്, നന്നായിട്ട് ഉപയോഗിക്കുക. ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് അറിയേണ്ട എന്തെങ്കിലും ഉണ്ടോ? മറ്റെന്തെങ്കിലും വിവാഹത്തിന് മുമ്പ് അറിയേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്ന് പറയാമോ? ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ആവശ്യമില്ലാത്ത സംശയങ്ങളും. അടുത്ത നമ്മളുടെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.